ഓക്കെ ആ ഓക്കെ മൂന്നാറിൽ കൂടെ പോകണം, തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകണമൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് യോർക്കിനടുത്തുള്ള ഹെബ്ഡൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. നമ്മളിപ്പോ ചെറിയൊരു വാക്ക് എടുക്കാന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളിപ്പോ ഡെസ്റ്റിനേഷനായിട്ട് ഇട്ടേക്കുന്നത് എവിടെയായിരുന്നു? ഹാർഡ് കാസിൽ ക്രാക്സ്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഫുൾ എക്സ്പ്ലോറേഷൻ മൂഡാണ്. അതെ, നടക്കുക. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല സ്ട്രീമുകളും കാര്യങ്ങളെല്ലാം, പിന്നെ വെതറും നല്ല എന്താ പറയുക, മഴയൊക്കെ പെയ്തിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ചില്ലി വിത്ത് ജെന്റിൽ ബ്രീസ്, അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു വെതർ. അതെ, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ ഞങ്ങൾക്കറിയില്ല അങ്ങോട്ടേക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ സൂപ്പർവൈസർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത സ്പോട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹാർഡ് കാസിൽ ക്രാക്സ്. ആ വലിയ കല്ലിൻ്റെ ഫോർമേഷനെയാണ് ക്രാക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ? യെസ്. ഈ സ്റ്റീപ്പ് ഷാർപ്പ് റോക്ക് ഫോർമേഷൻ ഇങ്ങനെ എഡ്ജായിട്ട് ഇങ്ങനെ നിൽക്കത്തില്ലേ, അതിനെയാണ് ക്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ഇന്ന് വെതർ വലിയ വിഷയമില്ലാത്തതുകൊണ്ട്, മഴയില്ലാത്തത് ഭാഗ്യം. അതെ, നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിനി മെല്ലെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെയായിട്ട് ഗിബ്സൺ മില്ല് എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 119 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിപ്പോഴും ഫങ്ഷണലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ കൗൺസിലിന്റെ അണ്ടറിലല്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു മില്ലാണ്. സ്വയം പര്യാപ്തമായ മില്ലായിരുന്നു ഗിബ്സൺ മില്ല്. തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അത് പാസ് ചെയ്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നത് കൊണ്ട് നമ്മളപ്പോൾ ആദ്യം ഇത് കവർ ചെയ്തിട്ട് ഇനി മെല്ലെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു സ്ട്രീമൊക്കെ പോണ പോലത്തെ ഒരു വഴിയാണ് താഴത്ത്, ഒരു വുഡ്സിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് ഗിബ്സൺ മില്ലിലോട്ട് പോവാം. എന്നിട്ട് ഗിബ്സൺ മിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. എട്ടുകാലിയൊക്കെ ഉണ്ടാവോ? ആ, ചിലപ്പോ. അമ്മേ, നമ്മളപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വേറൊരു ചെറിയൊരു ഇവിടെ ഇങ്ങനെ കുറേ ക്രാക്സ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിലും കയറാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നോക്കാം. രസമുള്ള റോക്ക് ഫോർമേഷൻസ് ആണ്. അപ്പോൾ നമുക്കിനി അതിന്റെ മുകളിലോട്ട് കയറാം. ലെറ്റ്സ് ഗോ.
തെന്നി കിടക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. മഴയൊക്കെ അല്ലായിരുന്നോ? പക്ഷെ നല്ല നേച്ചർലി ആയിട്ടുണ്ട്. വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല, രണ്ട് സൈഡിലും മൂടിയേക്കാം. അതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ലെന്ന് വിശ്വസിക്കാം. ഇതില് തൂങ്ങുമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പുളിമരത്തിൽ. അതാ എന്റെ പൊക്കത്തിന്റെ രഹസ്യം. നോക്കി ഒടിഞ്ഞു വീഴുന്നുള്ളു. മഴ പെയ്യോ? മഴക്കാറ് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, നല്ല മൂന്നാറിൽ കൂടെ പോകണം, തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ പോകണൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം, നല്ലൊരു ട്രെയിൻ. ഇടയ്ക്ക് മയിലിന്റെ പോലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ മരത്തിന്റെ ചില്ലകളും ചെറിയ ചെറിയ ബ്രാഞ്ചസും വെച്ചുകൊണ്ട് ഒരു കുതിരേനെയും പിന്നെ അതൊരാളുടെ കാലാന്ന് തോന്നുന്നല്ലേ അതും ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ട്, കാണിച്ചു തരാം. അതിന്റെ തലയൊക്കെ പോയിരിക്കുക. ഇതുണ്ട്, ഇത് എല്ലാം ഇതുപോലെ ചെറിയ ഈ വടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാ. പക്ഷെ ഇത് ബെൻഡ് ആവുന്ന പോലത്തെ ചുള്ളിയാന്ന് തോന്നണേ. ചൂരലല്ല, പക്ഷെ ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന വരുന്ന പോലത്തെ വടികളാ, അതുകൊണ്ട് ചെയ്തേക്കുന്നത്. ഇതിനൊരു ഇരുമ്പിന്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിലോട്ടാണ് എന്നിട്ട് ഇതെല്ലാം ചുറ്റി 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 വെച്ചേക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ഇതൊരാളുടെ കാല് മാത്രമേ ഉള്ളൂ, 2 കാല് മാത്രമേ ഉള്ളൂ. പക്ഷെ കൊള്ളാം. ഇതുണ്ട്, ഇവിടെ മൊത്തം ബ്ലൂബെൽസ് ആണ്. നല്ല നീല കളറിനകത്തിരിക്കുന്നത്. ഇത് വീഡിയോക്കകത്ത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷെ അത്രയും ബ്ലൂബെൽസും ഇല്ല. എന്നാലും പക്ഷെ ബ്ലൂബെൽസ് നല്ലോണം വിരിയുന്ന സമയമാകുമ്പോഴേക്കും നല്ല രസമായിരിക്കും. ഫുള്ള് ബ്ലൂവിനകത്ത് ഈ 2 സാധനം നിൽക്കുന്ന കാണാനായിട്ട്. യെസ്, അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ പിക്നിക് ടേബിൾസും ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. ഒരു 1 ഡേ വാക്കിനൊക്കെ വന്ന് നല്ല കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അടുത്ത് നമുക്ക് ആ സ്ട്രീമിൻ്റെ സൈഡിൽ കൂടെ പോകാം അല്ലേ, ആ റിവറിൻ്റെ സൈഡിൽ കൂടെ പോകാം. അപ്പോൾ അവിടെയും കുറേ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി നല്ല പിക്നിക് ഏരിയ ആണ്, നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ആ ബാക്കിൽ കാണുന്നതാണ് ഗിബ്സൺ മിൽ. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഡെസ്റ്റിനേഷനായ ഗിബ്സൺ മില്ലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. യെസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ നേരെ ഈ സൈഡിൽ തന്നെയായിട്ട് അങ്ങോട്ടേക്കൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ഒരു സ്ട്രീമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമല്ലേ? ഓ നൈസ്. കണ്ട അവിടെ വെള്ളം വീഴുന്നുണ്ട്. നമുക്കിതിങ്ങനെ മെല്ലെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്തിരി ടാസ്ക്കാണ്,
നമുക്ക് നോക്കാം, പോകാൻ പറ്റുമോ നോക്കാം. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നല്ലേ മെല്ലെ. ആ കോർണറിനകത്ത് ചവിട്ടിട്ട് പോയച്ചാ മതി. എന്റെ കയ്യിലാ. നിക്ക്. യെസ് പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ നിക്ക്. യെസ്. ഓളി തിരിച്ചെങ്ങനെ ഇറങ്ങും നമ്മള്? ഡയറക്റ്റ് ഇങ്ങോട്ട് ചാടും. നല്ല എടുക്കാവോ? ആ പിന്നെ കുഴപ്പമില്ല. യെസ്, നമ്മൾ ആ ടാസ്ക് നടന്നിരിക്കുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഇത് ആ ഗിബ്സൺ മില്ലിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഉള്ളിൽ ഈ കാടിൻ്റെ ഉള്ളിനകത്തായിട്ട് കിടക്കുക. ഒരു ബോത്തി പോലെ, ഒരു അബാൻഡൻ വർക്ക്ഷോപ്പൊക്കെ പോലത്തെ ഒരു സാധനം. കൊള്ളാം. നമ്മളിപ്പോൾ വേറൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലെ ട്രെയിൽ പിടിക്കാൻ നോക്കി. കാരണം ഈ സൈഡിൽ ഇപ്പോൾ ഡെഡ് എൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ആ സൈഡിലോട്ട് പോകാം. ആ ചെറുതായിട്ട് വെയിലും വരുന്നുണ്ട്. യെസ്, അടുത്ത പാതയിലോട്ട് കയറിയിരിക്കുന്നു. ഞങ്ങൾ മുകളിലുള്ളൊരു വഴി കൂടെ പോയിട്ടാണ് കാസിൽ ക്രാക്ക്, ഹാർട്ട് കാസിൽ ക്രാക്ക്. യെസ്, അങ്ങോട്ടേക്ക് പോയത്. കൊള്ളാം. ഇവിടെ വേറെ സൗണ്ട് ഒന്നുമില്ല, ഈ അരുവിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വുഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു ഹ്യൂമങ്കസ് മരം, ഒരു കാട്ടുമരം മറിഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഇത് പറിച്ച് ഇവിടെ വേറെ എവിടെന്നെങ്കിലും കൊണ്ടത് വെച്ചേക്കുന്നതാണോ? ഷിറ്റ്.
കുട്ടി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ഹെബ്ഡൻ ബ്രിഡ്ജ്. അതെ, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഹെബ്ഡൻ ബ്രിഡ്ജ് വരുന്നുണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രെയിൽ വാക്ക് എടുത്ത് നോക്കണം. ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.